സംസ്ഥാനത്ത് ഇന്ധന വിതരണം പ്രതിസന്ധിയിലേക്ക്. പണം അടച്ചിട്ടും എണ്ണ കമ്പനികൾ ഇന്ധനം നൽകുന്നില്ല എന്ന പരാതിയുമായി പമ്പ് ഉടമകൾ. ഉപഭോക്താക്കൾക്ക് 5000 രൂപയിൽ കൂടുതൽ ഇന്ധനം നൽകരുതെന്നാണ് പമ്പ് ഉടമകൾക്കുള്ള നിർദ്ദേശം. ഈ ഒരു നിർദ്ദേശം ഉപഭോക്താക്കൾക്കും പമ്പ് ജീവനക്കാരും തമ്മിൽ തർക്കങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനെതിരെയാണ് കൂടുതൽ പരാതി. ഇപ്പോൾ പമ്പ് ഉടമകളുടെ സംഘടനാ പ്രതിനിധി അഷ്റഫ് ചേരുന്നുണ്ട്. അഷ്റഫ്, ഈ ഒരു പ്രതിസന്ധി സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണല്ലോ. ഇതെങ്ങനെ മറികടക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയ ശേഷം വിതരണത്തിൽ പല കമ്പനികളിലും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നേരത്തെ ഞങ്ങൾക്ക് ഇന്ധനം എടുത്തതിന് ശേഷം പണം അടച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴപ്പോൾ അത് അഡ്വാൻസ് റെഡിയാക്കി മുൻകൂർ പണം അടച്ചാലേ ലോഡ് കിട്ടുന്നുള്ള അവസ്ഥയാണ്. ഇപ്പൊ പണം അടച്ചിട്ടും പല ദിവസങ്ങളും പല കമ്പനികളും ലോഡ് ഡീറമാറ്റ് അയച്ചു കൊടുക്കുന്നില്ല. സ്വകാര്യ കമ്പനികള് പ്രവർത്തനം പകൽ മാത്രമാക്കി, രാത്രികാലങ്ങളിൽ പ്രവർത്തനമില്ല. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പൊതുമേഖലാ ഓയിൽ കമ്പനികളുടെ ഔട്ട്ലെറ്റുകളിൽ കച്ചവടം കൂടിയിട്ടുണ്ട്. 10-20% ബിസിനസ് കൂടിയിട്ടുണ്ട്. അപ്പം ബിസിനസ് സെയില് മാക്സിമം കുറയ്ക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ഓയിൽ കമ്പനികൾ സ്വീകരിക്കുന്നത്. അല്ല, ഇപ്പോൾ പണം അടച്ചിട്ടും ഇന്ധനം തരുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പരാതി വരുന്നുള്ളൂ. ഇപ്പൊ HP-ക്കെതിരെയാണ് കൂടുതൽ പരാതി എന്ന് മനസ്സിലാക്കുന്നു. അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന നിർദ്ദേശം എന്താണ്? ഇങ്ങനെ അവർ പറയുന്ന വാദം എന്താണ്? HPCL ഇന്ധനത്തിന്റെ വരവ്, ക്രൂഡ് ഓയിലിന്റെ വരവ് കുറവ്, അതുകൊണ്ട് കുറച്ചു വെക്കുക എന്നുള്ളതാണ് കമ്പനികൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഉപഭോക്താക്കൾക്ക് 5000 രൂപയിൽ കൂടുതൽ കൊടുക്കില്ല എന്നുള്ളത് പ്രാബല്യത്തിൽ വരാൻ പോവാണ്. അത് തന്നെയാണ് തീരുമാനം. അത് ഈ മുൻകാലങ്ങളിൽ കൺസ്യൂമർ പമ്പിലൊക്കെ 15 രൂപ കുറവായിരുന്നു. ആ കസ്റ്റമറൊക്കെ ഈ അവർക്ക് കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. ഈ മൊത്ത ചില്ലറ കൊടുക്കുക, അല്ലാതെ മൊത്തമായിട്ടുള്ള സെയില് വേണ്ട എന്നുള്ള നിർദ്ദേശങ്ങൾ പല കമ്പനികളും പ്രത്യേകിച്ച് HPCL IOCL എല്ലാം തന്നിട്ടുണ്ട്. അല്ല, ആ നിർദ്ദേശം നടപ്പിലാക്കാൻ തന്നെയാണ് പോകുന്നത്. നിർദ്ദേശം നടപ്പിലാക്കുമ്പോഴത്തേക്ക് ഉപഭോക്താക്കളും ഡീലർ പമ്പിലെ തൊഴിലാളികളുമായിട്ട് മറ്റ് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി മറികടക്കണമല്ലോ, അതിനുള്ള സ്റ്റെപ്സ് എന്തെങ്കിലും എടുക്കാനുള്ള പദ്ധതി ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്റ്റെപ്പ് നമ്മളിപ്പം ഇന്നും HPCL-നോക്കെ ഞങ്ങള് കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിന്റെ കത്ത് കൊടുത്തിരിക്കുകയാണ്. സാധാരണ നിലയിലേക്ക് വിതരണം കൊണ്ടുവരണം. ഡിപ്പോകളിൽ നിന്ന് യഥാസമയം പണം അടയ്ക്കുന്ന ഡീലർ ഇന്റന്റ് ചെയ്യുന്നതിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ ലോഡുകൾ എത്തിച്ചു തരണമെന്ന് കർശനമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ പിന്നെ പമ്പുകൾ തനിയെ അടയുന്ന, അതും അറിയാം, പലയിടത്തും പല പമ്പുകളും ഡ്രൈ ആണ്. ലോഡ് സമയത്തെത്താത്തത് കൊണ്ട് പല പമ്പുകളും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പലയിടങ്ങളിലും. ഇന്നലെ കോഴിക്കോട്, വയനാട് ജില്ലകളിലൊക്കെ പ്രതിസന്ധി രൂക്ഷമാണ്. മനസ്സിലായി. അല്ല, ഇപ്പം നിങ്ങൾ നേരത്തെ പണം അടച്ചിട്ടാണല്ലോ ഈ ലോഡ് വരുത്തുന്ന ഒരു സാഹചര്യമാണല്ലോ നിലവിലുള്ളത്. അപ്പോൾ ഇതുവരെ ലോഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ഡെഡ് ലൈൻ എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ടോ? ഇത്ര ദിവസത്തിനുള്ളിൽ തരാമെന്ന് എങ്ങനെ എന്തെങ്കിലും? അവര് പദപൂർവ്വം വെച്ച് താമസിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ സമയം കഴിയും. അപ്പൊ ഡിപ്പോ പൂട്ടും, ലോഡ് കിട്ടത്തില്ല. പിന്നെ അടുത്ത ദിവസങ്ങളിൽ ലോഡ് വിടുന്ന എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ വരുമ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം ആവും. അതേപോലെ തിരിച്ചും കോഴിക്കോടും അവിടെയും ആ ഭാഗങ്ങളിലൊക്കെ ലോഡ് ചെല്ലുമ്പോൾ താമസിക്കുന്നു. അപ്പോൾ അത് പമ്പിന്റെ പ്രവർത്തനം താളം തെറ്റുന്നുണ്ട്. ഈ നില തുടർന്നാൽ നമ്മൾ ശക്തമായ സമരമാർഗത്തിലേക്ക് പോകുമെന്നുള്ള നിലപാടിലാണ്. അടുത്ത ആഴ്ച ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കൊച്ചിയിൽ കൂടുന്നുണ്ട്. അതിനുശേഷം അനന്തര നടപടികളെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പമ്പ് അടച്ചിടുന്ന രീതിയിലുള്ള സമരമാർഗമാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും? പമ്പ് ആൾറെഡി ഇത്തരത്തിലാണ് ഈ പമ്പുകൾ അടയുകയാണല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് സ്വാഭാവികമായിട്ടല്ലാതെ സമരമാർഗം എന്ന രീതിയിൽ അങ്ങനെ അടയ്ക്കാനുള്ള സമരമാർഗം ഞങ്ങൾ കൂടുതലായിട്ട് 16-ാം തീയതി കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമുണ്ട്. അതിനകത്തൊരു തീരുമാനത്തിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള അറിവ്. ശരി, വ്യക്തമാണ് അഷ്റഫ്. വളരെയധികം നന്ദി. സംസാരിച്ചത് 16-ാം തീയതി ചർച്ച വയ്ക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നടപടി എന്താകുമെന്നുള്ളത് നോക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.